കല്യാണങ്ങൾ പലവിധമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ? പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല സൈസുകളിൽ നമ്മുടെ നാട്ടിൽ കല്യാണ ഫങ്ഷൻസ് നമുക്ക് കാണാനായിട്ട് കിട്ടും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രമായിട്ട് ഒരു രജിസ്റ്റർ ഓഫീസിൽ നടക്കുന്ന രജിസ്റ്റർ മാരേജസ് തുടങ്ങി 4000-5000 കോടി രൂപ ചിലവാക്കിക്കൊണ്ട് നടക്കുന്ന അംബാനി കുടുംബത്തിൻ്റെ കല്യാണങ്ങൾ വരെ, ഇതിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്നിരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഈ കല്യാണം കൂടുതൽ വലുതാവും തോറും അത് ലെസ് ഇൻറ്റിമേറ്റ് ആവാറുണ്ടോ എന്ന്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി കല്യാണം നടത്തുന്നത്? രണ്ട് പേര് ഒരുമിച്ച് ജീവിതം തുടരുന്ന ഒരു അസുലഭമായിട്ടുള്ള നിമിഷമാണ്. പക്ഷേ ഇപ്പോൾ മുന്നേയൊക്കെ തമാശയ്ക്ക് നമ്മൾ പറയുന്നൊരു സേയിങ് ഉണ്ടായിരുന്നു. അതായത് കല്യാണമാണ് ഒരു സ്ഥലം രണ്ട് പേർ അവരുടെ ജീവിതത്തെ പറ്റിയും ബാക്കി നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഫുഡിനെ പറ്റിയും ചിന്തിക്കുന്ന ഒരു സ്ഥലമാണ് കല്യാണവേദികൾ എന്ന് പണ്ടൊരു തമാശയ്ക്ക് ഒരുപാട് പേര് പറയാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാനങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കൊരു രസകരമായ കഥ ഒരു ആളുടെ അടുത്ത് നിന്ന് കേൾക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് വരാം. അതിന് മുന്നേ മൈ ഡിയർ ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു ദിസ് പോഡ്കാസ്റ്റ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ വൺ ആൻഡ് ഓൺലി ഡെയിലി പോഡ്കാസ്റ്റാണ് കേട്ടോ. എല്ലാ ദിവസവും ഒരു പുതിയ എപ്പിസോഡ് നിങ്ങൾക്കായിട്ട് ഇവിടെ റെഡി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള പാട്ട് കേട്ടിട്ട് വരാം. ലെറ്റ്സ് ഗോ. പൂവഴികൾ തേടണം പുതിയ നറുതിങ്കളായി, വീണ്ടും അനുരാഗമാം ചില്ലമേൽ ഈണമൊഴുകിടണം ഈ നനയുമോർമ്മയിൽ, ഈറനണിയാതെ നാം വേണം നനയണമീ ചാറ്റുമഴയിൽ, നിലവുകളൊന്നായി വിടരാൻ പ്രിയമെഴുമോമൽ കുളിരണിയും പുലരികളിൽ, ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നുപോയോ, ഒരു കാറ്റ് പോലെ എൻ കൂടെ വന്നവൾ വഴി മറന്നുപോയോ, ഒരു കഥയായി അവളകലും അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും, അലയുമൊരു കാറ്റിൻ ഇതളുകളായി വിട പറയാൻ ഇന്നെന്തേ വഴിയിൽ, വഴിമറയുമേതോ നിഴലിൻ വിരലുകളാൽ, അരികിലൊരോമൽ തിരിയണയും നിമിഷമേതോ. സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ദീപക് ദേവ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത് കാർത്തിക് ഞാനല്ല കേട്ടോ, ബൈ ദ വേ സിംഗർ കാർത്തിക് പാടിയ, ജിസ് ജോയ് ഇതിൻ്റെ ഡയറക്ടറായ ജിസ് ജോയ് തന്നെയാണ് എൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടിൻ്റെ ലിറിക്സും. ഒരു പ്രത്യേക ഒരു ഫീൽ തന്നിട്ടുള്ള, ഒരു നഷ്ടപ്രണയത്തിൻ്റെയൊക്കെ ഫീല് തന്നിട്ടുള്ള ഇതുപോലുള്ള കുറേ പാട്ടുകളുണ്ട് മലയാളത്തിൽ. ഇപ്പം അഴലിൻ്റെ ആഴങ്ങളിൽ അതുപോലെ ഒരു പാട്ടാണ്. ഞാൻ പലരും ഇതിൻ്റെയൊക്കെ താഴെ കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ലൈക്ക് ഈ പാട്ടൊക്കെ കേട്ടിട്ട് ഇല്ലാത്ത കാമുകിയമായിട്ടുള്ള ബ്രേക്കപ്പിനെ ആലോചിച്ച് വിഷമം വന്നു എന്നൊക്കെ. അത് ഈ പാട്ടാണെങ്കിലും അഴലിൻ്റെ ആഴങ്ങളിലാണെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. എനിവേയ്സ്, ഒരു കിടിലൻ മൂവിയായിരുന്നു. എനിക്കും ഇഷ്ടമുള്ളൊരു പടമാണ് സൺഡേ ഹോളിഡേ. എന്തായാലും നമ്മളുടെ ഇന്നത്തെ മെയിൻ കാര്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, കല്യാണം വലുതാവും തോറും അതിൻ്റെ ഇൻറ്റിമസി കുറയുമോ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ ആക്ടർ പൃഥ്വിരാജ് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കല്യാണം, വൈഫ് സുപ്രിയമായിട്ടുള്ള കല്യാണം ആക്ച്വലി താലികെട്ട് കാര്യങ്ങൾ നടക്കുന്നത് പാലക്കാട് വെച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ്. പാലക്കാടാണ്. അതായത് പാലക്കാട് വെച്ച് അവരുടെ അടുത്ത ഫാമിലിയും സുഹൃത്തുക്കളും എന്തോ ആയിട്ടാണ് ആ ഒരു കല്യാണം നടന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു വലിയ ഫങ്ഷൻ, ഓൾമോസ്റ്റ് ഒരു 10,000 ആൾക്കാരോളം പങ്കെടുത്ത ഒരു വലിയ ഫങ്ഷൻ പിന്നീട് കൊച്ചിയിൽ വെച്ച് എന്തോ നടക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ കല്യാണം കൊച്ചിയിൽ വെച്ച് നടന്ന ആ ഫങ്ഷൻ്റെ വളരെ കുറച്ച് മെമ്മറീസേ അദ്ദേഹത്തിനുള്ളൂ. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ ഈ കല്യാണം വലുതാവും തോറും ഇറ്റ് ബിക്കംസ് ലെസ് അബൌട്ട്
ദ ബോയ് ആൻഡ് ഗേൾ. അതായത് കൂടുതലും നമുക്ക് തന്നെ ഇത്ര ആൾക്കാരെ കാണുമ്പോൾ തോന്നി ഈ വന്നവരുടെ എല്ലാവരുടെയും ഫംഗ്ഷനിൽ അവരുടെ ഒരു ഫംഗ്ഷനാണ്, അതിലേക്ക് നമ്മളാണ് ചെന്നിട്ടുള്ളത് എന്നുള്ള ഒരു തോന്നൽ വരും. പക്ഷേ അതിലും എത്രയോ നല്ല ഓർമ്മകൾ 50-60 പേരെ വെച്ചിട്ട് പാലക്കാട് വെച്ച് നടത്തിയ കല്യാണത്തിൻ്റെ അദ്ദേഹത്തിനും വൈഫിനും അതിൻ്റെയാണ് കൂടുതൽ നല്ല ഓർമ്മകൾ ഉണ്ടാവുക. ഐ മീൻ ഇപ്പോഴും ഉള്ളത് എന്ന് അദ്ദേഹം ഷെയർ ചെയ്യുന്നതായിട്ട് പറഞ്ഞിരുന്നു. അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഞാനും കല്യാണം കഴിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെയും അനിയൻ്റെയും കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഒരുമിച്ചാണ് നടന്നത്. അത് ഈ പറഞ്ഞ പോലെ വലിയ ഫംഗ്ഷനായിരുന്നു, ഒരുപാടധികം ആൾക്കാരുണ്ടായിരുന്ന ഒരു ഫംഗ്ഷനായിരുന്നു. പക്ഷേ ഞാനിന്ന് ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തതിൽ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച പല ആൾക്കാരും അന്ന് വന്നിരുന്നോ ഇല്ലയോ എന്ന് പോലും എനിക്കിന്ന് ഓർമ്മയില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല, ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ ആ ഒരു മോമെൻറ്റ് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഒരു പ്രഷറിലാണ്. കാര്യം ഈ വരുന്ന ആൾക്കാരെ എല്ലാവരെയും നമ്മൾ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യണം, അവരോട് സംസാരിക്കണം, ആർക്കൊരു കംപ്ലയിൻറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. കാര്യം ഒരുപാടധികം ആൾക്കാർ വരുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഇത്രയധികം ആൾക്കാർ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ട അറ്റൻഷൻ പോലും പലപ്പോഴും കൊടുക്കാനായിട്ട് നമുക്ക് പറ്റാറില്ല. പക്ഷേ ഫാമിലിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഉള്ള ഫങ്ഷൻസ്. അപ്പോൾ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിന് വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും പെണ്ണിനെയും ചെക്കനെയും കാണണം എന്നുള്ളൊരാഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും, അവരോട് സംസാരിക്കുമായിരിക്കും. പക്ഷേ അതിലും കൂടുതൽ ഇവർ എൻജോയ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ബന്ധുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അതായത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് കുറേ നാളായിട്ട് കാണാതെ ഇരിക്കുന്ന പലരും എല്ലാവരും ഒരുമിച്ച് വരുന്നത്. അപ്പോൾ അത് എസ്പെഷ്യലി നമ്മുടെ പാരൻസിൻ്റെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് എൻ്റെ കല്യാണത്തിന് മാത്രമല്ല പല കല്യാണങ്ങൾക്ക് പോകുമ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം ഇവരെല്ലാവരും പലപ്പോഴും പല ഗ്യാങ്ങായിട്ടിരുന്ന പഴയ കഥകൾ പറയുക, ചിരിക്കുക, സന്തോഷിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് മെയിൻ സംഭവങ്ങൾ. പിന്നെ സ്ത്രീകളിൽ ചിലർ ഇതുപോലുള്ള എന്തെങ്കിലും കല്യാണോ ഫംഗ്ഷനൊക്കെ വരാൻ കാത്തിരിക്കുകയായിരിക്കും അവരുടെ കയ്യിലുള്ള ചില സാരികളൊക്കെ ഉടുക്കാനായിട്ട്. ഇപ്പോൾ എന്നോട് ഒരു ആൻറ്റി ഒരു ഫാമിലി ഫംഗ്ഷനിൽ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് വന്നിട്ട് പറയണം, മോനെ എൻ്റെ കയ്യിലൊരു 4 കിടിലൻ സാരി ഇരിപ്പുണ്ട്, ഇതൊന്നും ഉടുക്കാൻ എനിക്ക് സ്ഥലങ്ങളില്ല. അപ്പോൾ മോൻ്റെ നിശ്ചയം, കല്യാണം, റിസപ്ഷൻ, പിന്നെ അടുക്കള കാണൽ, അതായത് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഫംഗ്ഷൻ, ഇത് 4 ഞാൻ നോക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മോൻ അധികം വൈകാതെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇതാണ് പലരും കല്യാണങ്ങൾ വരാൻ കാത്തിരിക്കുന്നതിൻ്റെ പുറകിലെ മറ്റൊരു ഉദ്ദേശം. അല്ലാണ്ട് എല്ലാവർക്കും കംപ്ലീറ്റ്ലി പെണ്ണും ചെറുക്കനും ഒരു പുതിയ ലൈഫ് തുടങ്ങാൻ പോവുകയാണല്ലോ, എനിക്കത് കാണാൻ സാധിച്ചതിൽ സന്തോഷം എന്നുള്ളൊരു സാധനം മാത്രമായിരിക്കില്ല പലപ്പോഴും അവരുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിന് മുന്നേ ഓൾറെഡി കല്യാണം കഴിച്ച ആൾക്കാർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യട്ടെ. എങ്ങനെയുള്ള കല്യാണമായിരുന്നു നിങ്ങളുടെയെന്നും, അത് ഫുള്ളി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അതോ ഇതുപോലെ വേറെ ആരെങ്കിലും ഫംഗ്ഷനായിട്ട് അത് മാറുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, എന്താണെന്നുണ്ടെങ്കിലും ജസ്റ്റ് കമൻസിൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും ചെറിയ കല്യാണങ്ങളാണ് നല്ലത്, അല്ലെങ്കിൽ വലിയ കല്യാണങ്ങൾ മോശമാണ്, അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന 2 ആൾക്കാരിരുന്ന് സംസാരിക്കുക, എങ്ങനെ ഇത് ചെയ്താലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഇപ്പോൾ ചിലർക്ക് വലിയ രീതിയിൽ കല്യാണം നടത്തുന്നതാണ് സന്തോഷമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് തന്നെ ചെയ്യണം. പക്ഷേ നമുക്ക് പലർക്കും പേഴ്സണൽ പ്രിഫറൻസസ് ഉണ്ടാവും. ചിലർക്ക് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആയിരിക്കും, ഇപ്പോൾ ഏറ്റവും അടുത്ത ആൾക്കാർ മാത്രമായിട്ട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് നടത്തണമെന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മാത്രം അത് ചെയ്താൽ ഒരുപാട് നാൾ അതിൻ്റെ മെമ്മറീസ്, പിന്നെ ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് വരുന്നൊരു ഫീലിംഗ്, അത് ഒരു പക്ഷേ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് കഴിഞ്ഞവർക്ക് ഞാൻ പറയുന്നത് പിന്നെ മനസ്സിലാവുമായിരിക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ കല്യാണത്തിൻ്റെയും അല്ലെങ്കിൽ റിസപ്ഷൻ്റെ ചില ഫോട്ടോസൊക്കെ കാണുമ്പോൾ, ചില പർട്ടിക്കുലർ കാൻഡിഡേറ്റ്സൊക്കെ കാണുമ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചില സമ്മർദ്ദങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങളന്ന് അനുഭവിച്ച പ്രഷറൊക്കെയാണ് ചിലപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലേക്ക് വരാറ്. പക്ഷേ മറിച്ച് പൂർണ്ണമായിട്ടും നമ്മളുടെ രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ഇൻറ്റിമേറ്റ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ വലുതോ ചെറുതായിക്കോട്ടെ, അത് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഫോട്ടോസ് എടുത്ത് കാണുമ്പോൾ നമുക്കൊരു സമാധാനം, സന്തോഷം മാത്രമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. യെസ്, അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കട്ടെ താങ്കൾക്ക് എന്ന് ഞാൻ അഭിനന്ദിക്കുകയാണ്. ആൻഡ് പോഡ്കാസ്റ്റ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഇത് കേട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാൻ, ഇത്തരത്തിലൊരു പോഡ്കാസ്റ്റ് മലയാളത്തിൽ ഡെയിലി വരുന്നുണ്ട് എന്നുള്ളൊരു വിവരം അറിയിക്കുകയാണെങ്കിൽ എനിക്ക് അത് വളരെ അധികം സപ്പോർട്ടും സന്തോഷവും
തരുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിലെ കോഡ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അത് വേറൊന്നുമല്ല, #intimacy ആണ് കേട്ടോ. അപ്പോൾ #intimacy വെച്ച് കമൻറ്റ് ചെയ്യൂ സുഹൃത്തുക്കളെ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ പോഡ്കാസ്റ്റ് ലാസ്റ്റ് വരെ കേട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് ലാസ്റ്റ് വരെ കേട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. നിങ്ങളെൻ്റെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ലിസ്ണറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ പോഡ്കാസ്റ്റിൽ നിന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വീണ്ടും ഒരു കിഡ്ലൻ പോഡ്കാസ്റ്റിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്.